ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലം മുതലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2000 കിഡ്സിന് ഇല്ല അത് മനസ്സിലാവില്ല. 90 കിഡ്സിന് പോലും അറിയണമെന്ന് ഇല്ല അല്ലേ? കരിയർ കിട്ടും എന്ന് പറയുന്ന പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരാമെന്നാണ് മെയിൻ. എന്നെ ഭീഷണിപ്പെടുത്തി. ആർട്സ് പുതിയൊരു ഇനിഷ്യേറ്റീവാണ് പോൾസോമിയ. സോ ഇത് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. നമ്മളോടൊപ്പം കാർത്തിക് സാറുണ്ട്, കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. പിന്നെ അബ്ദുൽ ലത്തീഫ് സാർ ഗ്രോത്ത് മാർക്കറ്ററാണ്. പിന്നെ നമ്മുടെ ഫൗണ്ടർ സാറാണ്. സാറേ, നമുക്കിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ പലർക്കും പലതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നമ്മളെല്ലാ സ്ഥലത്തും സംസാരിക്കുന്ന ഒരു വിഷയമാണത്. ശരിക്ക് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വസ്തുത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കൺസ്യൂമറുടെ മൈൻഡിലേക്ക് നമ്മളെങ്ങനെ കയറും എന്നുള്ളതാണ്. കൺസ്യൂമറുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ പറയുന്ന ഒരു തോട്ടിനെ എങ്ങനെ ഇംബൈബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഫ്ലെക്സ് അല്ല, നമ്മൾ ടെലിവിഷൻ, റേഡിയോ ഇതുപോലത്തെ മാധ്യമങ്ങൾ നമുക്ക് കാണാനും ഫീൽ ചെയ്യാനും പറ്റാത്ത ആൾക്കാരുടെ അടുത്തേക്ക് നമ്മളെ ഇൻഫോർമേഷൻ എത്തിക്കുകയാണ്. ആ കാലഘട്ടം മുതലേ നമുക്ക് ഡിജിറ്റൽ ഉണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു ന്യൂനത എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് പറയണമെങ്കിൽ അവിടെ മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ കുറവാണ്. ഓക്കെ, ഇപ്പോൾ കാർത്തിക് സാർ ടെലിവിഷനിൽ വർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അതിന് ചില മാധ്യമങ്ങളുണ്ട്. എൻ്റെ പരിമിതമായ നോളജിൽ ചില മാധ്യമങ്ങൾ അതിനുണ്ട് മെഷർ ചെയ്യാൻ. പക്ഷെ ആ നോളജ് ആ മാധ്യമങ്ങളുടെ സ്കോപ്പ് വളരെ ചെറുതാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കത് മെഷർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പേഴ്സണലൈസേഷൻ. അതായത് ഓരോ വ്യക്തികൾക്കും അവർക്ക് വേണ്ടിയ രൂപത്തിലേക്ക് ഈ സാധനത്തിനെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ ഇന്ന് അതിനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഡാറ്റ ഭരിച്ചു കൊണ്ടുള്ള ഒരു മാർക്കറ്റിംഗ് പരിപാടി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഇനിയിപ്പോൾ കാർത്തിക് സാർ പറയട്ടെ എന്താണെന്നുള്ളത്. ഞാൻ ആക്ച്വലി ഇതിനെ വേറൊരു രീതിയിൽ ആണ് കാണുന്നത്. കാണുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ പറയും. പഴയ ഒരു സംഭവത്തിൽ ഞാൻ തുടങ്ങാം. ഈ നമ്മൾ അരിസ്റ്റോട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു സോഴ്സ് ഒരു മെസ്സേജിനെ റിസീവറിലേക്ക് പാസ് ചെയ്യുന്നു. അയാൾ അന്നൊരു മോഡൽ ഉണ്ടാക്കി, അതിന് SMR എന്ന് പറഞ്ഞിട്ട്. ഒരു സോഴ്സിന് പറയാനുള്ള കാര്യം, ഒരു മെസ്സേജ് അതൊരു റിസീവറിലേക്ക് എത്തുന്നു. അപ്പോൾ രണ്ടാൾ വേണം എന്തായാലും, പറയാനുള്ള ആളും കേൾക്കാനുള്ള ആളും. ഇത് പിന്നീട് അങ്ങോട്ട് പല കമ്മ്യൂണിക്കേഷൻ സയന്റിസ്റ്റ് ഒക്കെ വന്നിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് സോഴ്സിനെ പല ചാനലുകൾ ബേസ് അതാണ് പല ചാനലുകളിലൂടെ ആളുകളിലേക്ക് എത്തുന്നു. പിന്നെ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഈ ഫീഡ്ബാക്ക് എടുക്കുന്നത് പിന്നീട് ഒരു വലിയൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു റവല്യൂഷൻ തന്നെയായിരുന്നു. ഈ ഫീഡ്ബാക്ക് അറിയാം, ആദ്യകാലത്ത് അതൊരു ഡെഫിനിഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയ ഉപയോഗിച്ചിട്ടാണ് ആളുകളിലേക്ക് എത്തിച്ചേരുന്നത്. നേരിട്ട് പറയാനുള്ളത് ചിലപ്പോൾ നമ്മൾ പണ്ട് കാളിദാസന്റെ കാലത്ത് കേട്ടിട്ടില്ലേ മേഘദൂതം എന്ന് പറഞ്ഞിട്ട്, ഇതെന്താ മേഘങ്ങളിലൂടെ എത്തിക്കുന്നു. പിന്നീട് വന്ന ടെലിഫോണിക് കോൺവെർസേഷൻസ്, പേജറൊക്കെ കേട്ടിട്ടില്ലേ? പഴയ കാലത്ത് കണ്ടിട്ടുണ്ട് വല്ലപ്പോഴും. ഇപ്പോഴത്തെ തലമുറ 2000 കിഡ്സിന് അത് മനസ്സിലാവില്ല. 90 കിഡ്സിന് പോലും അറിയണമെന്ന് അല്ലേ? മനസ്സിലാവും. പേജർ നമ്മൾ കുറച്ച് കാലം കണ്ടിട്ടേ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് തന്നെ ആയാലും നമുക്ക് പറയാനുള്ളൊരു കാര്യം ഒരു ടൂളിലൂടെ എത്തിക്കുക. പക്ഷെ അന്നേരമൊക്കെ ചില പരിമിതി ഉണ്ടായിരുന്നു, സാറ് പറഞ്ഞതുപോലെ. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബേസിക്കലി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പരസ്യം ചെയ്യുന്നവർ തന്നെ ഒരു ക്ലാസ്സിന് മുകളിലുള്ളവരെ ചെയ്യും, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൊക്കെ പരസ്യം ചെയ്യാനായിട്ട് പോകും. കാരണം മാസ് മീഡിയയിൽ പരസ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര പോസിബിൾ അല്ല. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ടൂളുകളൊക്കെ വന്നപ്പോൾ സാധാരണ ഒരു ഇൻഡിവിജ്വൽ അയാളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സംരംഭമോ തുടങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ തുടങ്ങിയിട്ട് അയാൾക്ക് അയാളുടേതായ കമ്മ്യൂണിറ്റി ആരാണ്, അയാൾക്ക് ആരെയാണ് സെല്ല് ചെയ്യേണ്ടത്, എവിടെയാണ് അയാൾക്ക് അയാളുടെ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത്, ആ ആൾക്കാരിലേക്ക് അയാൾക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. ഈസി എത്തിക്കാന്ന് മാത്രമല്ല, അത് അയാളിലേക്ക് എങ്ങനെ എത്തി, അയാൾ എത്രത്തോളം അറ്റൻഷൻ അതിന് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ഒക്കെ ഒന്ന് തന്നെയാണ്. അതായത് പറയാനുള്ളൊരു കണ്ടന്റ് ഒരു ടൂള് വെച്ചിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ പുതിയ കാലത്തേക്ക് വന്നപ്പോൾ ആ ടൂൾസൊക്കെ മാറിയതിനനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇതിന് ഓരോരോ പേരുണ്ട്. ഇപ്പോൾ ഇമെയിൽ ഉപയോഗിച്ചാൽ പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് പറയും. ടൂള് മാത്രമേ മാറിയിട്ടുള്ളൂ. പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുക. പക്ഷെ അത് എങ്ങനെ എത്തിക്കണം?
കണ്ടന്റിലേക്ക് ആളുകൾ എങ്ങനെ അറ്റൻഷനോടുകൂടി ആളുകൾ അതിനെ സമീപിക്കുന്നു. ഞാനിതിനൊരു ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം വർക്ക് ഒക്കെ പറയാറുണ്ട്. എൻ്റെ ഫ്രെയിം വർക്ക് അല്ല കേട്ടോ, കാരണം ഇത് ആളുകൾ ഉപയോഗിച്ച് വരുന്നതാണ്. CAT എന്ന് പറയും, CATT, കേട്ടിട്ടില്ലേ? കണ്ടന്റ്, അറ്റൻഷൻ, ട്രസ്റ്റ്, ട്രാൻസാക്ഷൻ. ഈ ഒരു 4 സ്റ്റേജുകളിലൂടെയാണ് ആളുകൾ എപ്പോഴും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കടന്നു പോകുന്നത്. അറ്റൻഷൻ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ്. ഈ കണ്ടന്റ് ആദ്യം കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഇപ്പൊ നമുക്ക് ഒരാളൊരു കാര്യം പറയണം, അത് എങ്ങനെ പറയണം? നമ്മളുടെ ഓഡിയൻസിന്റെ പിന്നെ ഒരു പെയിൻ പോയിന്റ് ആണെന്ന് വിചാരിച്ചു, എങ്ങനെ പറഞ്ഞാൽ അയാൾ അത് ശ്രദ്ധിക്കും? ശരിക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ഒരാളെ ഇഷ്ടമാണ്, ഒരു പെൺകുട്ടി എന്നിരിക്കാം. ആ കുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കും. എങ്ങനെ കൺവിൻസ് ചെയ്യും? അപ്പോൾ ആ കുട്ടിയുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അവൾ സാധാരണ എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ പിന്നെ വായിക്കാറുള്ളത് അല്ലെങ്കിൽ കേൾക്കാറുള്ളത്, ഏതിനോടൊക്കെ അവൾക്ക് ഇഷ്ടം, ഇതൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അവളോട് എന്ത് ചെയ്യും? നമ്മൾ ആ രീതിയിൽ മ്യൂസിക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഒരു പാട്ടിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിടിച്ച് നമ്മൾ ചിലപ്പോൾ സംസാരം തുടങ്ങിയെന്ന് വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷൻ, ഇതിനോട് അവരെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എസ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ, അവർ പഴയ സലീം കുമാറിൻ്റെ പാട്ട് പോലെ, കോളേജിൽ മൈതാനത്ത് ഞാൻ പോയി കാത്തു നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, അതുപോലെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് അറ്റൻഷൻ കിട്ടും. കുറച്ച് അറ്റൻഷനൊക്കെ കിട്ടുമ്പോൾ നമുക്കറിയാം ഇതെങ്ങനെ എങ്ങോട്ടാണ് ഈ റൂട്ട് പോകുന്നത്. യെസ് ഓർ നോ ആണോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മതിയാക്കി പോകും. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നും പോരാ. ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നാൽ മാത്രം പോരാ, ആ പ്രോഡക്റ്റിൽ അറ്റൻഷൻ കിട്ടിയാൽ മാത്രം പോരാ, നമ്മളൊരു വിശ്വാസം വേണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രണയത്തിന്റെ കേസിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കഫേയിൽ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോയാൽ പൈസ കൊടുക്കാതെ മുങ്ങാത്തവനെങ്കിലായിരിക്കണം, അല്ലേ? എന്നാൽ മാത്രമേ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റ് നമുക്ക് ഈ പ്രോഡക്റ്റിനോടോ അല്ലെങ്കിൽ സർവീസിനോടും വേണം. അങ്ങനെ ഈ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു ട്രാൻസാക്ഷൻ സ്റ്റേജ് ഉണ്ട്. ആ സമയത്ത് പല കാര്യങ്ങൾ ഈ കസ്റ്റമർ ശ്രദ്ധിക്കും. ഈവൻ നമ്മൾ പോലും ശ്രദ്ധിക്കും. നമ്മൾ ഒരു സുഹൃത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കും, ഇവൻ കൊള്ളാമോ, ഇവനെ സുഹൃത്തായി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവുമോ? അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, ലോങ് ടേം ഡീലല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ആ സമയത്തായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വലിയൊരു ഓഫർ വെക്കുന്നത്, അല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഓഫർ വെക്കുന്നത്. നമ്മളിപ്പോൾ പറയുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ UK കൊണ്ടുപോവാം എന്ന് പറയുമ്പോൾ ഈ ഓഫർ നമുക്ക് വർക്കൗട്ട് ആവുകയാണെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു. ഈ ഒരു സാധനം ഡിജിറ്റൽ മാർക്കറ്റിംഗിലും ഉണ്ട്. ഈ ഒരു ബേസ്, ഈ ഒരു ഫ്രെയിം വർക്ക് തോന്നിയിട്ടില്ലേ സാറിന്? ഉണ്ട്. അത് വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ കമ്മ്യൂണിക്കേഷനിലെ 3 ഭാഗം, അറ്റൻഷൻ, ട്രസ്റ്റ്, രണ്ടാമത് പറഞ്ഞ ട്രാൻസാക്ഷൻ. ഇപ്പോ നമ്മൾ ഡിജിറ്റൽ മാധ്യമത്തിൽ ഇപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ കല്യാൺ ജുവല്ലേഴ്സ് പറഞ്ഞൊരു വാചകല്ലേ, അവർ പറഞ്ഞ കോപ്പി എന്താ ഏറ്റവും ഫേമസ് ആയ കോപ്പിയാണ്. വിശ്വാസം അതല്ലേ എല്ലാം. വിശ്വാസം എന്ന് പറയുന്ന ഒരു വസ്തുത ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ലോങ് ടേം കമ്മിറ്റ്മെന്റിനെക്കാട്ടിയും കൂടുതൽ ലോങ് ടേമിൽ നമ്മൾ ആ കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള ടെൻഡൻസിയാണ് കസ്റ്റമറെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് ഒരു ഏജൻസി ആണെങ്കിലും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഒരു മാർക്കറ്റർ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വസ്തുതയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ അയാൾക്ക് ആദ്യം ഉണ്ടാവേണ്ട ബേസിക് ഐഡന്റിറ്റി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വാചകം കണ്ടെടുക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താണ്? ആ കമ്മ്യൂണിക്കേഷനാണ്. എങ്ങനെ എൻ്റെ ആശയത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഒരു മാധ്യമമായി എടുക്കാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ വാചകം എടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഓക്കെ, ആ അനാലിസിസ് നമുക്ക് എങ്ങനെ നടത്തും. ഇന്ന് നമ്മളുടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. അതായത് നമുക്കതിൻ്റെ ഫ്രെയിം വർക്കൊക്കെ ഉണ്ട്, എല്ലാത്തിനും പ്രോസസ്സ് പഴയത് തന്നെ. പക്ഷെ ഇന്നുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇന്ന് ഇൻഫോർമേഷനും കണ്ടന്റും ഓവർലോഡാണ്. സാച്ചുറേറ്റഡ് ആണ്. ഓവർലോഡും ആണ്, സാച്ചുറേറ്റഡ് ആണ്. കറക്റ്റ് വാക്ക് സാച്ചുറേറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ഇൻസൈറ്റ് കിട്ടാനുള്ള കണ്ടന്റുകൾ കുറവാണ്. ഈ സാച്ചുറേറ്റഡ് ആവുമ്പോൾ ഒരു പ്രോബ്ലം ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ രണ്ടാളും അതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സാച്ചുറേഷൻ വരുന്ന സമയത്ത് കണ്ടന്റിനെ നിന്ന് നമുക്ക് ഇൻസൈറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.
ഈ എക്സ്ട്രാ വേറൊരു ഇത് പിന്നെ പറയും സീ ഓഫ് സെയിംനെസ്, ആ ആ എല്ലാം ഒരുപോലെ ഇരിക്കും. അത് ഭയങ്കര വാചകമാണ്. ഒരേ കട അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ഒരു കസ്റ്റമറിന്റെ ആഡ് കാണുന്നു, മറ്റേ കസ്റ്റമർ ആഡ് കാണുന്നു, എല്ലാവരും നോക്കിയാൽ സീ ഓഫ് സെയിംനെസ് ഉണ്ട്. ഇവിടെ നമ്മളെ എങ്ങനെ ഒരു യുണീക്ക് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു യുണീക്ക് വാല്യൂ നമുക്ക് ഇംബൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ റെസ്റ്റ്. ഇന്ന് പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഒന്നാണ് അല്ലേ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവർക്കും മാധ്യമവും പ്രോട്ടോക്കോളും പ്ലാറ്റ്ഫോമും ഒന്നാണ്. പക്ഷെ നമ്മളെങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം സാച്ചുറേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഏറ്റവും വലിയൊരു മൈനസ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു പുതിയ തോട്ടായിട്ട് ഇറങ്ങുമ്പോൾ ആ തോട്ടായിട്ട് ഇറങ്ങുമ്പോൾ പോലൊരു ചലഞ്ചാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, ഇത് ട്രെൻഡിനനുസരിച്ചിട്ടാണോ? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആൽഗോരിതം പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞ്, ആൽഗോരിതം ഇൻസ്റ്റാഗ്രാമിൻ്റെ തന്നെ ഫൗണ്ടർ CEO പറഞ്ഞൊരു വാക്കുണ്ട്, വി ആർ മോർ ഫോക്കസ്ഡ് ഓൺ റൈറ്റ് നൗ ടു കണ്ടന്റ് ഹൂ ഇസ് ബീങ് മോസ്റ്റ് ഷെയർഡ്. ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന കണ്ടന്റിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾക്ക് അതിൽ ബാക്കിയുള്ള കാര്യത്തിനോട് താല്പര്യമില്ല. ഞങ്ങൾ എങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ ആ കണ്ടന്റ് എത്രത്തോളം ഷെയർ. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞ വാക്കിൽ എന്തായി, ഈ സാച്ചുറേഷനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. കാരണം സീ ഓഫ് സെയിംനെസ് അവിടെ നടക്കണില്ല. അതാണ് അവിടെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അതാണ്. അതിനകത്ത് വേറെ ഒരു കാര്യം, ഈ ഷെയർ എന്നൊക്കെ പറയുമ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും ഗൂഗിളിൻ്റെ ആയാലും ഒന്നിൻ്റെ അൽഗോരിതത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം പിന്നെ ഇതിന് ഒന്നിനും ഈ കണ്ടന്റ് കൃത്യമായിട്ട് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ കൃത്യമായി കൺസ്യൂം ചെയ്തിട്ടോ അനലൈസ് ചെയ്തിട്ടോ ഉള്ളൊരു കഴിവില്ല ഈ മെഷീനുകൾക്ക്. മെഷീൻ ലാംഗ്വേജിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു യൂസർ സാറ്റിസ്ഫാക്ഷൻ മോഡൽ ഉണ്ടാവും. അതിനാണ് ഈ പറയുന്ന ഷെയർസ്, പിന്നെ ആളുകൾ എൻഗേജ് ചെയ്യുന്നത്, എത്ര സമയം എൻഗേജ് ചെയ്യുന്നു. നല്ലതാണെങ്കിലാണ് എൻഗേജ് ചെയ്യുക. പക്ഷേ ഇതേ സമയം തന്നെ നെഗറ്റീവ് ആണെങ്കിലും എൻഗേജ്മെന്റ് വരും. പക്ഷേ ആ സമയത്ത് സെന്റിമെന്റ്സ് നോക്കും. വരുന്ന കമന്റ്സിന്റെ സെന്റിമെന്റ്സ് പോസിറ്റീവ് ആണെങ്കിൽ ആ കണ്ടന്റ് നെഗറ്റീവ് അല്ല. അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ, കമന്റ്സ് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ഈ വരുന്ന കണ്ടന്റ് അത് നെഗറ്റീവായിട്ട് വരും. അപ്പൊ ആ രീതിയിലാണ് ഇത് അൽഗോരിതം മനസ്സിലാക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. ഹ്യൂമൻ സൈക്കോളജി ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ആദ്യം വരുന്ന കമന്റുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ വരുന്ന കമന്റുകളൊക്കെ കുറെ പോസിറ്റീവായി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഊണഴിക്കണമെന്ന് ഡിസ്കസ് ചെയ്തൊരു പോയിന്റാണ്. അതെ അതെ അതെ. ആദ്യം അത് PR ഏജൻസികൾ ഇപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോണ്ടന്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം മാനുവലി അവരുടെ തന്നെ ആൾക്കാർ കുറെ പോസിറ്റീവ് കമന്റ് അങ്ങ് ഇടും. അത് കണ്ടിട്ട് ആൾക്കാർ പിന്നെയും പോസിറ്റീവ് കമന്റ് വരുന്നൊരു ട്രെൻഡ് ഇപ്പൊ കാണും. അത് ഈ ബിസിനസ്സുകൾക്ക് കണ്ടിട്ടുണ്ടോ? ബിസിനസ്സുകൾ റിവ്യൂ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ തുടങ്ങിയിട്ട് ആദ്യം ഒരു 5 റിവ്യൂ ആ ബിസിനസിനെ കുറിച്ച് മോശം വന്നു കഴിഞ്ഞാൽ വരുന്നവരെല്ലാം ആ ക്രിട്ടിക്കലി ചിന്തിച്ചിട്ട് മോശമായിട്ട് ഇട്ട് തുടങ്ങാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഗൂഗിളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ അങ്ങനെ ഇടുന്ന ബൾക്ക് റിവ്യൂസ് ഒക്കെ ഇപ്പോ സ്പാം അടിച്ച് കളയുന്നുണ്ട്. ഗൂഗിളിനൊക്കെ അതിന് അവരുടെ സ്പാം അൽഗോരിതം വിദഗ്ധനാണ്. സ്പാം അൽഗോരിതം കമ്മ്യൂണിറ്റികളും വളരെ കൃത്യമായിട്ട് അത് വിശദീകരിക്കുന്ന ആളാണ്. അത് ചെയ്യുന്നത്. അല്ല, ഞാൻ നമ്മൾ പറഞ്ഞു വന്നത് ഈ അൽഗോരിതത്തിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ അൽഗോരിതം കണ്ടന്റിനെ ആക്ച്വലി മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല. അല്ലെങ്കിൽ ഈ മെഷീൻസ് ഒന്നും കണ്ടന്റിനെ മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല. അപ്പൊ അവർ ഈ അൽഗോരിതത്തിൽ ചേഞ്ച് വരുന്നതിന്റെ കാര്യം തന്നെ ഒരു കണ്ടന്റ്, സാറ് പറഞ്ഞ ആ സാച്ചുറേഷൻ പോയിന്റിലേക്ക് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരേപോലെ പോകുന്ന സമയത്ത് അവർ ചേഞ്ച് വരുത്തും. കാരണം ഒരു പർട്ടിക്കുലർ രീതിയിലേക്ക് നമ്മൾ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന കണ്ടന്റുകൾ, കാരണം അവർക്കത് ആവശ്യമാണ്. അപ്പൊ എൻഗേജ്മെന്റ് അവരുടെ മീഡിയ ഇവിടെ തന്നെ നിന്നാൽ പോരാ, ഏത് പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നാൽ പോരാ എൻഗേജ്മെന്റ്. അപ്പൊ ഷെയർ ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം, കൂടുതൽ ആളുകളെ അവിടെ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സാറ് പറയുന്നൊരു കാര്യം, ഈ യൂട്യൂബില് പിന്നെ നമ്മൾ കണ്ടന്റിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൻ്റെ റാങ്കിങ്ങിൻ്റെ ഫാക്ടറായിട്ട് അവർ കാണുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു പോയിന്റ്, യൂട്യൂബ് പറയുന്നൊരു മെട്രിക്കാണ് ഹൗ മച്ച് ഓഫ് ദിസ് പെർസെൻറ്റേജ് ഓഫ് ദിസ് കണ്ടന്റ് ഈസ് ബീങ് ഷെയർഡ് ഇൻ അതർ സോഷ്യൽ പ്ലാറ്റ്ഫോംസ്. ബാക്കിയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളൊക്കെ എത്ര കണ്ട് ഈ മുതലിനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിനും അതുണ്ടാവും, ടിക്ടോക്കിന് അത് കൃത്യമായിട്ടുണ്ട്, ഓക്കെ, സ്നാപ്ചാറ്റിന് അതുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമാണ്. കാരണം എന്താ വെച്ചാൽ മെഷീനുകൾ നമ്മളെ ഹ്യൂമൻ സൈക്കോളജിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി മെഷീനില്ല. മെഷീന് ചില ഇൻഫറൻഷ്യൽ ഡാറ്റ പാറ്റേൺസ് ഉണ്ട്.
ആ പാറ്റേൺ വെച്ചിട്ടാണ് മെഷീന് ശരി. അതാണ് ഈ ഹുക്ക് എന്ന് പറയുന്ന സംഭവം കണ്ടന്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ ഹുക്ക് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടന്റിൽ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം, എത്രയും പെട്ടെന്ന് കൺസ്യൂമറിന്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഈ കണ്ടന്റിനെ ബൊമ്പാടി ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ പിടിച്ചു നിർത്തണം. ആ പിടിച്ചു നിർത്തുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ സ്പോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻറ്ററാക്ഷൻ നടത്തിയിരിക്കണം. അത് ഒരു പോയിന്റാണ്. അത് കണ്ടന്റിന്റെ ബാലപാഠങ്ങളിൽപ്പെട്ടൊരു ബാലപാഠമാണ്. ശരിക്കും അദ്ദേഹം അതിൻ്റെ ഫ്രെയിം വർക്ക് പറഞ്ഞു. ഞാനതിൻ്റെ ഒരു അനുഭവമാണ് ഈ പറഞ്ഞത്. അത് ഈവൻ ഇപ്പോൾ SEOയിലാണെങ്കിൽ പോലും, SEO നിങ്ങൾക്കറിയാം, ഗൂഗിൾ ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗോരിതം അനുസരിച്ചല്ല പറയുന്നത്, എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ പോലും ഒരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ, അതിനോട് ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഇപ്പൊ പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. റാങ്കിങ് ഫാക്ടർ ഒന്നുമല്ല, പക്ഷേ ഇതിന്റെ എൻഗേജ്മെന്റ് ഗൂഗിൾ നോക്കുന്നുണ്ട്. അതായത് ഇത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, ഇത്തരം സെന്റിമെന്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത് പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു റാങ്കിങ് ഫാക്ടർ അല്ല, പക്ഷെ ഈ സിഗ്നൽസ് ഗൂഗിൾ കാര്യമായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. ഇപ്പൊ ഈ SEOയിൽ തന്നെ ഈ ചാറ്റ് ബോട്ട് ഒക്കെ വന്നപ്പോൾ കുറെ സെർച്ച് വോളിയൂംസ് ജെമിനിയിലായാലും ചാറ്റ് GPTയിലായാലും, അപ്പോൾ SEO സൈഡിൽ ബിസിനസിനെ ബാധിക്കുന്നുണ്ടോ? അത് ഒരു പരിധി വരെ ബാധിക്കുന്നുണ്ട് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ 2 ടൈപ്പ് സെർച്ചസ്. ഒന്ന് നമ്മൾ ഇൻഫർമേഷണൽ ക്വയറീസ് എന്ന് പറയും, നോ ക്വയറി എന്നൊക്കെ പറയാം വേണമെങ്കിൽ. ഇൻഫർമേഷനായിട്ട് ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് അത് ജെമിനിക്ക് അല്ലെങ്കിൽ ചാറ്റ് GPTക്ക് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ബിസിനസ് ഇൻറ്റൻ്റുള്ള പിന്നെ ക്വസ്റ്റ്യൻസ്, ക്വയറീസ്, ഇപ്പോൾ ഒരു ഏത് പർട്ടിക്കുലർ ബിസിനസ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സർവീസ്, ഇത്തരം ക്വയറീസ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഇത്തരം ക്വയറീസിൽ അധികം അവർ സജഷൻ കൊടുക്കുന്നത് കുറവാണ്. ആ സമയത്ത് ഇപ്പോൾ ഓവർവ്യൂ ഒക്കെ അവരുടെ ടാബ് വളരെ ചെറുതായിട്ട് കാണിക്കുന്നത് ബിസിനസ് ക്വയറീസ് ഒക്കെ വരുന്ന സമയത്ത്. അത് മാത്രമല്ല, അത് ഗൂഗിളിൻ്റെ ഒരു ബിസിനസിൻ്റെ ഭാഗം കൂടിയാണ്. കാരണം അവർക്ക് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാതെ, വെബ്സൈറ്റുകളെ സപ്പോർട്ട് ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതും കൂടി ആയിരിക്കും ഒരുപക്ഷെ കാരണം. അപ്പോൾ അതും ഈ പറഞ്ഞല്ലേ ഒരു ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു ഷിഫ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ ഫ്യൂച്ചറിൽ എത്ര ആയിക്കഴിഞ്ഞാലും ഒരു ഈ പറഞ്ഞ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് റിയൽ ടൈം ഡാറ്റയെ ഒരുപാട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ജെമിനിയാണ് ഏറ്റവും കൂടുതൽ, അതിനെ റാഗ് എന്ന് വിളിക്കുക, അതായത് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയും. അതായത് ഗൂഗിൾ തന്നെ അതിനെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട്, ആ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ടിന് ഒരു വലിയ നോളജ് ബേസിന്റെ സപ്പോർട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് അയാൾക്ക് കൃത്യമായ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അത് ചാറ്റ് GPTക്ക് ഈ പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി 2023 വരെ 22 വരെയുള്ളതേ ഉള്ളൂ, 22 വരെയുള്ള പിന്നെ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കൊടുക്കുന്ന ഈ ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഇവർ ആൻസർ പറയുന്നത്. അപ്പോൾ ആ ഡാറ്റയെ ബേസ് ചെയ്തിട്ട് തന്നെ ചില എറേഴ്സ് ഒക്കെ വരാം. ഈ പ്രൈമറി സ്റ്റേജിൽ ഒരുപാട് എറേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഹലൂസിനേഷൻസ് ഒക്കെ ഈ ചില ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ടാണ് ഇവർ ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതും ലാർജ് ലാംഗ്വേജ് മോഡൽ വർക്ക് ചെയ്യുന്നതും കംപ്ലീറ്റ് ഡിഫറൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ടാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് സെർച്ചിൽ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സെർച്ചിന്റെ ഒരു എന്താ പറയുക, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സമയമാണ്. അല്ല, അത് വ്യത്യാസം എന്തായാലും വരും. ഉണ്ട് വ്യത്യാസം വരും എന്ന് വെച്ചാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ ആവിർഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡക്ഷൻ ടു ദ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ വെച്ചാൽ വളരെ ലാർജ് എമൗണ്ട് ഓഫ് അൺക്ലസ്റ്റേർഡ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ഓഫ് പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ ചില പഠനങ്ങൾ IDC നടത്തിയ ഒരു പഠനം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നോക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താ വെച്ചാൽ IoT ഡിവൈസുകൾ നമ്മളുടെ എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന എമൗണ്ട് ഓഫ് ഡേറ്റ വിൽ ബി ലാർജർ ദാൻ ദ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് വിച്ച് ഇസ് കണക്റ്റഡ് ഓൾ ഓവർ ദ വേൾഡ്. IoT ഡിവൈസുകൾ. കാരണം എന്താ വെച്ചാൽ എല്ലാ മെഷീൻസും നമ്മളോട് ഇനി സംസാരിക്കാൻ പോവുകയാണ്. ഓൾറെഡി നമുക്കത് ഇവിടെ നിലവിലുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കയ്യുമ്മ കെട്ടുന്ന വാച്ച് മുതൽ എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ അൺക്ലസ്റ്റേർഡ് ഡേറ്റ, അൺസ്ട്രക്ചേർഡ് ഡേറ്റ നമ്മളെ മുന്നിൽ ഒരുപാട് വരാൻ പോവുകയാണ്. ഈ ഡേറ്റയിൽ നിന്ന് കംപ്ലീറ്റ് ഇൻഫറൻഷ്യൽ അനാലിസിസ് കിട്ടിയിട്ട് സെർച്ച് എഞ്ചിനുകൾക്ക് സാറ് പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഡേറ്റ ക്ലസ്റ്റേഴ്സ് വെച്ചിട്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കണം. അപ്പം LLM പോലത്തെ മോഡലുകൾ അവിടെ നിർബന്ധമാണ്. പക്ഷേ LLM ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ദുരവസ്ഥ എന്ന് വെച്ചാൽ എന്തിനേയും
അതിൻ്റെ ഈസി റൂട്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPT നിന്ന് കണ്ടന്റ് എടുക്കുക, ആ കണ്ടന്റ് നേരെ വെബ്സൈറ്റിലേക്ക് ഇടുക, അതുകൊണ്ട് റാങ്ക് ചെയ്യുമെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ റാങ്ക് ചെയ്താൽ തന്നെ പറയാം ChatGPT കൊണ്ട് എല്ലാ കാര്യം നടന്നെന്ന് അറിയാം. അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് വളരെ കൃത്യമാണ്. കാരണം നമ്മൾ അവിടെ പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കും, തീർച്ചയായിട്ടും സംഭവിക്കും. അത് സംഭവിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത്രത്തോളം അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഫ്രം നമ്പർ ഓഫ് സോഴ്സസ് വിച്ച് വി കാണ്ട് ഇമാജിൻ അറ്റ് ദ ടൈം ഓഫ് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രത്തോളം ഡിവൈസുകളിൽ നിന്ന് വരുമ്പോൾ ഇതിനൊരു സ്ട്രക്ചേർഡ് മോഡലിലേക്ക് ആക്കിയിട്ട് ഇതിൽ നിന്ന് ഇൻഫറൻഷ്യൽ പോയിന്റുകൾ കിട്ടൽ നിർബന്ധം. ശരിക്കും LLM മോഡലിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. പക്ഷെ അവിടെ വളരെ കൃത്യമായിട്ട് ജെമിനി ഇപ്പോൾ ഈ പറഞ്ഞ RAG മോഡൽ വെച്ചിട്ട് അതിനെ ഒന്നുകൂടി എക്സ്ട്രാക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഒരു 3 ആഴ്ച മുന്നേ ഒരു ഗൂഗിളിൻ്റെ ഒരു ഇവൻറ്റ് എൻ്റെ സുഹൃത്ത് പങ്കെടുത്തിരുന്നു. അന്ന് ഗൂഗിൾ ക്ലൗഡ് നമ്മളെ കമ്പനിക്ക് പാർട്ട്ണർഷിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഞാനത് പങ്കെടുത്തിട്ടില്ല, എൻ്റെ സുഹൃത്താണ് പങ്കെടുത്തത്. അവനോട് പറഞ്ഞൊരു പോയിന്റ് എന്താ വെച്ചാൽ, വി വിൽ ഗിവ് യു എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ജെമിനി. ഓക്കെ, വി വിൽ ഗിവ് യു എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് ജെമിനി പ്ലസ് we will be giving you credit up to $250,000 where you can use it for teaching the machine learning models. കാരണം ഈ മെഷീൻ ലേണിംഗ് മോഡൽസ് ഇപ്പം നമ്മൾ നമ്മൾ ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഇമേജ് ജനറേഷൻ അവർക്ക് അവരുടേതായ അതിന് പറ്റുന്ന മോഡൽസ് ഉണ്ട്. ഓക്കെ, ഇമേജ് ജനറേഷൻ ഉണ്ട്, പിന്നെ വോയിസിനുണ്ട്. ഇങ്ങനെ അപ്പം നമ്മൾ വേരിയസ് സോഴ്സ് ഓഫ് ഡേറ്റയാണ് നമ്മളെ മുന്നിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചിന്തിക്കുന്ന ആൾക്കാർ സത്യത്തിൽ പറഞ്ഞാൽ അതിനോട് എങ്ങനെ കോപ്പി ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് ഇവോൾവ് ചെയ്ത് അതിൽ നിന്ന് ഇൻസൈറ്റ് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ മാത്രമാണ് നമുക്ക് ആ വാല്യൂവിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.